വെൽക്കം ടു മാസ്റ്റർ കി അക്കാദമി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2021 കണ്ടക്ട് ചെയ്തിട്ടുള്ള VSSC ഫാർമസിസ്റ്റ് എക്സാംസിൻ്റെ MCQസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം VSSC ഫാർമസിസ്റ്റ് എക്സാം ലാസ്റ്റ് ഇയർ കണ്ടക്ട് ചെയ്തത് 2021 അതിൻ്റെ അകത്ത് നിയർലി 80 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 80 ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് 2 hours ആയിരുന്നു റിക്വയർഡ് ടൈം എന്ന് പറയുന്നത്. ഓരോ ക്വസ്റ്റ്യൻസിനും 4 മാർക്കും ഓരോ നെഗറ്റീവ് ക്വസ്റ്റ്യൻസിനും -1 മാർക്കും ആയിരുന്നു ഇതിൻ്റെ മാർക്ക് റേഞ്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ VSSC ഫാർമസിസ്റ്റ് എക്സാം പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ VSSC ഫാർമസിസ്റ്റിൻ്റെ ലാസ്റ്റ് ഇയർ കണ്ടക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കാരിൻ ഈസ് സ്വീറ്റർ ദാൻ സുക്രോസ് ബൈ. സെക്കാരിൻ എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ആണ് അല്ലേ. ഈ ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ നമ്മുടെ ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്ന സുക്രോസിനെ അപേക്ഷിച്ച് എത്ര ടൈം മോർ സ്വീറ്റർ ആണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 50 ടൈംസ്, 100 ടൈംസ്, 500 ടൈംസ്, 1000 ടൈംസ്. എത്രയാണ് ആൻസർ വരുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് 500 ടൈംസ് ആണ് വരുന്നത്. സെക്കാരിൻ നോർമലി എടുത്താൽ ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ആണ്. അത് സുക്രോസിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ സുക്രോസിനെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിയർലി 300 to 550 ടൈംസ് മോർ സ്വീറ്റർ ആണ്. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോ കലോറിക്ക് വേണ്ടിയിട്ട്, അതായത് സുക്രോസിനെ അല്ലെങ്കിൽ ടേബിൾ ഷുഗറിനെ അപേക്ഷിച്ച് ഇതിന് കലോറി വളരെ കുറവാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ലോ കലോറി ഫുഡിൽ ആഡ് ചെയ്യാനായിട്ട് സെക്കാരിൻസ് പറ്റും. ഇനി അതുപോലെ തന്നെയുള്ള അതർ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ആണ് സൈക്ലമേറ്റ്. ഇത് 30 to 50 ടൈംസ് സ്വീറ്റർ ആണ്. ദെൻ അസ്പാർട്ടൈം ആണെങ്കിൽ 200 ടൈംസ് മോർ സ്വീറ്റർ ആണ്. സുക്രലോസ് ആണെങ്കിൽ 600 ടൈംസ് മോർ സ്വീറ്റർ ആണ്. ഇത് എല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ആണ്. ദെൻ സ്റ്റീവിയ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സ്വീറ്റനിങ് ഏജന്റ് ആണ്, വിച്ച് ഈസ് 200 ടൈംസ് മോർ സ്വീറ്റർ ദാൻ സുക്രോസ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? സെക്കാരിൻ. സെക്കാരിൻ ഏകദേശം 300 to 550 ടൈംസ് മോർ സ്വീറ്റർ ദാൻ സുക്രോസ് ആണ്. Next question, how many milliliters of U100 insulin should be used to obtain 40 units of insulin? അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് U100 യൂണിറ്റ് ഇൻസുലിനും അതുപോലെ U200 ആണ് യൂസ് ചെയ്യുന്നത്. ഈ U100 യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് 40 യൂണിറ്റ് ഇൻസുലിൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എത്രയാണ് യൂസ് ചെയ്യേണ്ടത്, എത്ര മില്ലി ലിറ്റർ ആണ് യൂസ് ചെയ്യേണ്ടത്, അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് 40 ml, 4 ml, 0.4 ml, 400 ml. ഇവിടെ നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നത് നമുക്ക് എത്രയാണോ വേണ്ടത് അല്ലെങ്കിൽ എത്ര മില്ലി ലിറ്റർ ആണോ വേണ്ടത് അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ റിക്വയർഡ് യൂണിറ്റ് ഡിവൈഡഡ് ബൈ ദ കോൺസെൻട്രേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ 40 യൂണിറ്റ് ആണ് ഇൻസുലിൻ വരുന്നത്. ആൻഡ് U100 ആണ് നമ്മൾ എടുത്ത കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന്. സോ വേണ്ട യൂണിറ്റ് അല്ലെ, വേണ്ട റിക്വയർഡ് യൂണിറ്റ് എത്രയാണ്? 40 ബൈ നമ്മൾ യൂസ് ചെയ്ത കോൺസെൻട്രേഷൻ എത്രയാണ്? 100 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത് 0.4 ml ആണ് വരുന്നത്. ഓക്കെ, അപ്പം റിക്വയർഡ് യൂണിറ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എത്ര ml അവിടെ യൂസ് ചെയ്യണോ എന്നുള്ള കണക്കാണ് കിട്ടുന്നത്. അപ്പോൾ ആൻസർ ഏത് വരും? ഓപ്ഷൻ സി 0.4 ml വരും. ഇവിടെ പർട്ടിക്കുലർ ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് U100 യൂണിറ്റ് ഇൻസുലിൻ്റെ കാര്യം. ഇനി U200 നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കിന് ആ ഒരു കോൺസെൻട്രേഷൻ റേഞ്ച് ഒന്ന് ചേഞ്ച് ആവും. The next question, in coffee seed caffeine is present as a salt of. കോഫി സീഡിൽ പ്രധാനമായിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് കഫീൻസ് അല്ലെ. അതായത് ടീ ലീഫിലാണെങ്കിലും അതുപോലെ കോഫി സീഡ്സിലാണെങ്കിലും പ്രസന്റ് ആയിട്ടുള്ള ഒരു CNS സ്റ്റിമുലന്റ് ആണ് കഫീൻ എന്ന് പറയുമ്പോഴത്തേക്കിന്. CNS സ്റ്റിമുലന്റ് ആണ്. അപ്പോൾ ഈ ഒരു കഫീൻസ് എന്തായിട്ടാണ് കോഫി സീഡിൽ പ്രസന്റ് ആയിരിക്കുന്നത്? ആസ് എ സോൾട്ട് ഓഫ് ക്ലോറോജനിക് ആസിഡ്, ലൈസർജിക് ആസിഡ്, മിക്കോണിക് ആസിഡ്, യൂറിക് ആസിഡ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ക്ലോറോജനിക് ആസിഡിന്റെ സോൾട്ട് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇനി ലൈസർജിക് ആസിഡ് എന്ന് പറഞ്ഞാൽ സർട്ടൻ ഫഞ്ചേസിൽ കാണപ്പെടുന്ന ഒരു സൈക്കഡലിക് കോമ്പൗണ്ട് ആണ് ലൈസർജിക് ആസിഡ്സ്. അതുപോലെ മിക്കോണിക് ആസിഡും നമ്മൾ പ്ലാന്റ്സിലൊക്കെ കാണപ്പെടുന്ന ഒരു ഡൈകാർബോക്സിലിക് ആസിഡ് ആണ് മിക്കോണിക് ആസിഡ്. യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ
നമ്മുടെ ബോഡിയിൽ പ്യൂരിൻസ് ബ്രേക്ക് ഡൗൺ ചെയ്തുണ്ടാവുന്ന വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് യൂറിക് ആസിഡ്. നമ്മുടെ ക്വസ്റ്റ്യൻ, കോഫി സീഡിൽ കഫീൻ പ്രസന്റ് ആയിരിക്കുന്ന ആസിഡ് സോൾട്ട് ഓഫ് ക്ലോറോജനിക് ആസിഡ്. കഫീൻ എന്ന് പറയുമ്പോഴത്തേക്കിന് കോഫി സീഡിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ആണ് ആൻഡ് CNSൽ സ്റ്റിമുലേറ്റിംഗ് എഫക്റ്റ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ക്ലോറോജനിക് ആസിഡ് ആയിക്കോട്ടെ, വിച്ച് ഈസ് എ ഫീനോളിക് കോമ്പൗണ്ട് ആണ്. ഇറ്റ്സ് എ ഫീനോളിക് കോമ്പൗണ്ട്. ഇതാണ് നമുക്ക് ആ ഒരു കോഫിയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ കോഫിയുടെ ടേസ്റ്റിനൊക്കെ കാരണമാകുന്നത് ഈ ഒരു ക്ലോറോജനിക് ആസിഡ് ആണ്. ബോത്ത് ക്ലോറോജനിക് ആസിഡും അതുപോലെ കഫീൻസും കൂടെ ചേരുമ്പോഴാണ് കഫീൻ്റെ അല്ലെങ്കിൽ കോഫിയുടെ ആ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി നമുക്ക് അവിടെ കിട്ടുന്നത്. ആ ഒരു റെഡ്യൂസിങ് ഇൻഫ്ലമേഷനും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയും ഒക്കെ കിട്ടുന്നത് ഈ പറഞ്ഞ കഫീനും ക്ലോറോജനിക് ആസിഡും കൂടെ കമ്പൈൻ ചെയ്ത് സോൾട്ടായിട്ട് രൂപപ്പെടുമ്പോഴാണ്. ഓക്കെ, The next question, prostaglandin analogues in ulcer therapy causes. നമ്മൾ അൾസർ തെറാപ്പിയിൽ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ ക്ലാസ്സിൽ വരുന്ന ഡ്രഗ്സുകൾ. അത് കാരണം ഉണ്ടാവുന്ന സൈഡ് എഫക്റ്റ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയേറിയ, അബോഷൻ, യൂട്ടറിൻ ബ്ലീഡിങ്, ഓൾ ഓഫ് ദ എബോ. ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്? പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സ് എന്ന് പറയുമ്പോൾ മിസോപ്രസ്റ്റോൾ ആണ് ഡ്രഗ് എക്സാമ്പിൾ പറയുന്നത് അല്ലേ. മിസോപ്രസ്റ്റോൾ. എന്താണ് മിസോപ്രസ്റ്റോളിന്റെ ADR നമ്മൾ പറയുന്നത്? ഈ പറയുന്ന എല്ലാം തന്നെ മിസോപ്രസ്റ്റോളിന്റെ ADR അല്ലെങ്കിൽ സൈഡ് എഫക്റ്റിൽ പറയാം. ഡയേറിയ, അബോഷൻ, യൂട്രിൻ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഡയേറിയ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ മിസോപ്രസ്റ്റോള് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ആ ഒരു GIT ട്രാക്റ്റിൽ വാട്ടർ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ഇൻഡസ്റ്റൈനൽ മോട്ടിലിറ്റിയും കൂട്ടാനായിട്ട് തുടങ്ങും. അങ്ങനെ കൂട്ടുന്ന സമയത്ത് വിച്ച് ലീഡ്സ് ടു ഡയേറിയ. ഇനി മിസോപ്രസ്റ്റോളിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവയ്ക്ക് യൂട്രസ് കൺട്രാക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യും. ഇങ്ങനെ യൂട്രസ് കൺട്രാക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന വഴി നമുക്ക് അബോഷന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷനായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നോർമൽ പ്രഗ്നൻസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രഗ്നന്റ് വുമണിൽ നോർമലി നമ്മൾ യൂസ് ചെയ്താൽ ഈ പറയുന്ന പോലെ യൂട്രിൻ കൺട്രാക്ഷൻ നടക്കും, അബോഷൻ നടക്കുക. അപ്പോൾ ഒന്ന് ഈ മെഡിക്കൽ ടെർമിനേഷന് വേണ്ടിയിട്ട് നമുക്ക് മെഡിക്കേഷനായിട്ടും യൂസ് ചെയ്യാം, അല്ലാതെ വന്നാൽ കോംപ്ലിക്കേഷനാണ് വരുന്നത്. പിന്നെ യൂട്രിൻ ബ്ലീഡിങ്, യൂട്രിൻ കൺട്രാക്ഷൻ ചെയ്യുമ്പോൾ അറിയാമല്ലോ നമുക്ക് എന്താണ് അതിൻ്റെ ലൈനിങ്ങിൽ ആക്ട് ചെയ്തിട്ട് യൂട്രിൻ ബ്ലീഡിങ് ഉണ്ടാക്കാനുമുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇവിടെ ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത്. കാരണം പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സ് ആയിട്ടുള്ള മിസോപ്രസ്റ്റോൾ പോലുള്ള ഡ്രഗ്സുകൾ നമ്മുടെ ആ ഒരു സ്റ്റൊമക് ലൈനിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ്. എങ്ങനെയാണ് ഇനി ഇതിന് പ്രൊട്ടക്ഷൻ വരുന്നത്? മ്യൂക്കസിൻ്റെയും ബൈകാർബണേറ്റിൻ്റെയും പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ADRൽ നമുക്ക് ഇതെല്ലാം തന്നെ പറയാവുന്നതാണ്. The next question, oral hypoglycemic agent which is thiazolidine-dione derivatives. അപ്പോൾ ഹൈപ്പോഗ്ലൈസേമിക് ഡ്രഗ്സുകളുടെ ക്ലാസിഫിക്കേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നതിൽ ഏത് ഏജന്റ് ആണ് തൈസോളിഡിൻ-ഡയോൺ ഡെറിവേറ്റീവ് ആയിട്ടുള്ളത്? റപാഗ്ലിനൈഡ്, ഗ്ലിപ്പിസൈഡ്, പയോഗ്ലിറ്റസോൺ, ഗ്ലിമിപ്രൈഡ്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? തൈസോളിഡിൻ-ഡയോൺസ് ആണ്, പയോഗ്ലിറ്റസോണും അതുപോലെ തന്നെ തൈസോളിൻ-ഡയോൺസ് ആണ്, റോസിഗ്ലിറ്റസോണും പയോഗ്ലിറ്റസോൺസും അല്ലേ. അപ്പം കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, പയോഗ്ലിറ്റസോൺസ് ആണ് വരുന്നത്. നമുക്ക് ഹൈപ്പോഗ്ലൈസമിക് ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കിയാൽ സൾഫണൈൽ യൂറിയാസ്, ബൈഗ്വാനൈഡ്സ്, മെഗ്ലിറ്റിനൈഡ് അനലോഗ്സ്, തൈസോളിഡിൻ ഡയോൺസ് ആൻഡ് ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റേഴ്സ്, ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. സൾഫണൈൽ യൂറിയാസിൽ തന്നെ ഫസ്റ്റ് ജനറേഷനും ഉണ്ട്, സെക്കൻഡ് ജനറേഷനും ഉണ്ട് അല്ലേ. ഫസ്റ്റ് ജനറേഷനിലെ എക്സാമ്പിൾ ആണ് ടോൾബ്യൂട്ടമൈഡ്, ക്ലോർപ്രോപ്പമൈഡ് പോലുള്ള ഡ്രഗ്സുകൾ. സെക്കൻഡ് ജനറേഷൻ എക്സാമ്പിൾ ആണ് ഗ്ലൈബൻ ക്ലാമൈഡ്, ഗ്ലിപ്പിസൈഡ്, ഗ്ലിക്ലാസൈഡ്, ഗ്ലിമിപ്രൈഡ് പോലുള്ള ഡ്രഗ്സുകൾ. ഇനി ബൈഗ്വാനൈഡ്സിന് എക്സാമ്പിൾ ആണ് ഫെൻഫോമിനും മെറ്റ്ഫോമിനും. മെഗ്ലിറ്റിനൈഡ് അനലോഗ്സുകളാണ് റെപ്പാഗ്ലിനൈഡും നേറ്റിഗ്ലിനൈഡും. തൈസോളിഡിൻ ഡയോൺസ് ആണ് റോസിഗ്ലിറ്റസോണും പയോഗ്ലിറ്റസോണും. ആൻഡ് ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റേഴ്സ് ആണ് അകാർബോസ് ആൻഡ് മിഗ്ലിറ്റോൾസ്. ഓക്കെ, ഹൈപ്പോഗ്ലൈസമിക് ഏജൻസിന്റെ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, BCG വാക്സിൻ ഈസ് എ BCG അല്ലെ, ബാസിലസ് കാൽമെറ്റ് ഗുവറിൻ വാക്സിൻ which is a live attenuated viral vaccine, live attenuated bacterial vaccine, killed bacterial vaccine, inactivated viral vaccines. BCG എന്തിനുള്ള വാക്സിനാണ്? അത് അറിഞ്ഞിരിക്കുക. BCG എന്ന് പറഞ്ഞാൽ TB-ക്കെതിരെയുള്ള വാക്സിനാണ്, ട്യൂബർക്ലോസിനെതിരെയുള്ള വാക്സിനാണ്.
ഇതിന് വേണ്ടിയിട്ടുള്ള വാക്സിൻ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് മൈക്കോബാക്ടീരിയം ബോവിസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഈ പറയുന്ന മൈക്കോബാക്ടീരിയം ബോവിസ് നമ്മുടെ TB ഉണ്ടാക്കുന്ന മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് അല്ലെ, ട്യൂബർകുലൈ ബാക്ടീരിയയോട് സിമിലാരിറ്റി കാണിക്കുന്ന ഒരു ബാക്ടീരിയ ആണ് മൈക്കോബാക്ടീരിയം ബോവിസ്. ഇതിൽ നിന്നാണ് നമ്മൾ ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അറിഞ്ഞിരിക്കുക, BCG വാക്സിൻ ഈസ് എ ലൈവ് അറ്റന്യൂവേറ്റഡ് ബാക്ടീരിയൽ വാക്സിൻ ആണ് അല്ലെ. ഓപ്ഷൻ B വരും അവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി ഓപ്ഷൻ എയിൽ നോക്കിക്കേ, ലൈവ് അറ്റന്യൂവേറ്റഡ് വൈറൽ വാക്സിൻ എക്സാമ്പിൾ ആണ് MMR വാക്സിൻ. ആൻഡ് കിൽഡ് ബാക്ടീരിയൽ വാക്സിൻ എക്സാമ്പിൾ ആണ് പോളിയോ വാക്സിൻസ്. ആൻഡ് ഇനാക്ടിവേറ്റഡ് വൈറൽ വാക്സിൻ എക്സാമ്പിൾ ആണ് പോളിയോ IPV വാക്സിൻ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് A വാക്സിൻസ്. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? BCG ഒരു ബാക്ടീരിയൽ വാക്സിൻസ് ആണ്. അത് തന്നെ ലൈവ് അറ്റന്യൂവേറ്റഡ് ബാക്ടീരിയൽ വാക്സിൻസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഒബ്റ്റെയിൻഡ് ഫ്രം ദ മൈക്കോബാക്ടീരിയം ബോവിസ്. പിന്നെ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ട്യൂബർകുലോസിസ് പ്രിവെൻഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് സിറ്റുവേറ്റഡ് അറ്റ്. അപ്പോൾ ഡ്രഗ് ഡെവലപ്മെന്റ്, ഡ്രഗ് റിസർച്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വിച്ച് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് കൊൽക്കത്ത, കസോളി, ഇസാദ് നഗർ, ലക്നൗ. എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ലക്നൌവിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ലക്നൗ ശരിക്കും പറഞ്ഞാൽ ഉത്തർപ്രദേശിലുള്ള ലൊക്കാലിറ്റി ആണ്. ഓക്കെ, ഉത്തർപ്രദേശിലുള്ള ലക്നൌവിലാണ് CDRI സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CDRI ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഇസാദ് നഗറിൽ ഒരെണ്ണം ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതേതാണ് വരുന്നത്? ഇസാദ് നഗറിൽ ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് IVRI ആണ് ഇസാദ് നഗറിൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇസാദ് നഗറും ഉത്തർപ്രദേശിൽ UP-യിൽ തന്നെയുള്ളതാണ്. ഓക്കെ, UP-യിൽ തന്നെയുള്ളതാണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് വിച്ച് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ലക്നൗ, ഉത്തർപ്രദേശ്. ഇനി അറിഞ്ഞിരിക്കുക, CDRI ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ആയത് 1951-ലാണ് ആൻഡ് വിച്ച് ഈസ് under the Central Drug Research Institute is a premier research institute in India for the drug research and development. And ഇത് എന്തിൻ്റെ കീഴിലാണ് വന്നിരിക്കുന്നത്? കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR-ന്റെ അണ്ടറിൽ വന്നിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. The next question, a receipt given by a seller to a buyer who has returned goods which can be offset against future purchases. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? അതായത് ഒരു റെസിപ്റ്റ് ആണ്. എന്ത് റെസിപ്റ്റ് ആണെന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ സെല്ലർ, അതായത് വിൽക്കുന്ന ആള് ബയ്യറിന് കൊടുക്കുന്ന ഒരു റെസിപ്റ്റ് ആണ്. ഇനി അവിടുത്തെ കണ്ടീഷൻ എന്താണ്? നമ്മുടെ ബയ്യർ കുറച്ച് ഗുഡ്സ്, അദ്ദേഹം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഗുഡ്സ് എന്തെങ്കിലും കാരണം കൊണ്ട് റിട്ടേൺ ചെയ്തു. ദെൻ ആ ഒരു റിട്ടേൺ ചെയ്തതിന്റെ എമൗണ്ട് നമുക്ക് ഫ്യൂച്ചർ പർച്ചേസസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു റെസിപ്റ്റ് ആണ്. ആൻഡ് വിച്ച് ഈസ് ഗിവൺ ബൈ എ സെല്ലർ. അപ്പോൾ അതേതാണ് ആ ഒരു റെസിപ്റ്റ്? ആ റെസിപ്റ്റിന്റെ നെയിം ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ക്രെഡിറ്റ് നോട്ട്, ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ട്, ബില്ല്. ബില്ല് നമുക്കറിയാം എന്താണ് ബില്ലെന്ന് പറഞ്ഞാൽ സെല്ലർ കൊടുക്കുന്ന തന്നെയാണ്, പക്ഷേ എത്ര എമൗണ്ട് ആണ് നമ്മൾ പേ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ബിൽ പേയ്മെന്റിന്റെ അല്ലെങ്കിൽ എന്താണ് ആ ഒരു എമൗണ്ട് കൊടുക്കുന്നതിന്റെ ഒരു റിക്വസ്റ്റ് ആണെന്ന് പറയാം ബില്ല്. അപ്പൊ ബില്ലല്ല വരിക. ദെൻ ഇൻവോയ്സ് എന്താണ്? നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അതെല്ലാം ബില്ലാക്കിയതിന് ശേഷം നമുക്കൊരു ഇൻവോയ്സ് ഇട്ട് തരും അല്ലേ? അതാ സെല്ലർ നമുക്ക് ആ ഒരു സാധനങ്ങൾ വിൽക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇട്ട് തരുന്ന അതാണ് ഇൻവോയ്സ്. അതുമല്ല. നെക്സ്റ്റ് നോക്കിക്കേ, ക്രെഡിറ്റ് നോട്ടാണ് അവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ എന്താണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ ദ റെസിപ്റ്റ് ഗിവൺ ബൈ എ സെല്ലർ ടു എ ബയർ ഹു ഹാസ് റിട്ടേൺഡ് ഗുഡ്സ്. അപ്പം നമുക്ക് എന്തെങ്കിലും കുഴപ്പം കൊണ്ട് നമ്മൾ ആ ഒരു ഗുഡ്സ് റിട്ടേൺ ചെയ്തു. സോ അതിൻ്റെ എമൗണ്ട് നമുക്ക് ഫ്യൂച്ചർ പർച്ചേസിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, ആ ഒരു റിട്ടേൺസും ആ ഒരു പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസീപ്റ്റ് ആണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ. ദെൻ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്യൂഡ് ബൈ എ സെല്ലർ ടു എ ബയർ ലിസ്റ്റിംഗ് ദ ഗുഡ്സ് ഓർ സർവീസസ് പ്രൊവൈഡഡ് ആൻഡ് ദ എമൗണ്ട്. എന്തൊക്കെ ഗുഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, അതിന് എത്രയൊക്കെ എമൗണ്ട് ആണ് വരുന്നത് എന്ന് അറിയിക്കാനുള്ള സെല്ലർ ബയറിന് കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഇൻവോയ്സ്. അതുപോലെ ഡെബിറ്റ് നോട്ട് എന്ന് പറയുമ്പോഴത്തേക്കിന് ബയ്യർ സെല്ലറിന് കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ്. അതിലെന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ഗുഡ്സ് റിട്ടേൺ ചെയ്തത് അതിൻ്റെ ക്രെഡിറ്റ്, ആ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്
കൊടുക്കുന്നതാണ് ഡെബിറ്റ് നോട്ട്. ബില്ലെന്ന് പറഞ്ഞാലും ഇൻവോയ്സിന്റെ തന്നെയാണ്, പക്ഷെ ശരിക്കും എന്ത് പറയാം, ഇറ്റ് ഈസ് എ റിക്വസ്റ്റ് പേയ്മെന്റ് ഫോർ ദ ഗുഡ്സ് ഓർ സർവീസ് പ്രൊവൈഡഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മാക്രോലൈഡ് ആന്റിബയോട്ടിക്സ്? താഴെ പറയുന്നതിൽ മാക്രോലൈഡ് ആന്റിബയോട്ടിക് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എരിത്രോമൈസിൻ, സ്പൈറാമൈസിൻ, അസിത്രോമൈസിൻ ആൻഡ് വാങ്കോമൈസിൻ. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, വാങ്കോമൈസിൻ ആണ് അല്ലെ. വാങ്കോമൈസിൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലൈക്കോപെപ്റ്റൈഡ് ആന്റിബയോട്ടിക്സ് ആണ്. ഇതെല്ലാം തന്നെ മാക്രോലൈഡ് ആന്റിബയോട്ടിക്സ് ആണ്. അപ്പം മാക്രോലൈഡ് ആന്റിബയോട്ടിക്സിന്റെ പ്രത്യേകത എന്താണ്? ഇവ നമ്മുടെ പ്രോട്ടീൻ സിന്തസിസിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യും. വാങ്കോമൈസിൻ ആണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ബാക്ടീരിയയുടെ സെൽ വാൾ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഏജൻസുകളാണ് ഗ്ലൈക്കോപെപ്റ്റൈഡ് ആന്റിബയോട്ടിക്സ് ആയിട്ടുള്ള വാൻകോമൈസിൻസ്. ഇനി വാൻകോമൈസിൻസിന്റെ പ്രത്യേകത നോക്കിയാൽ കൂടുതലും ഇവ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, മെത്തിസിലിൻ റെസിസ്റ്റൻറ്റ് സ്റ്റഫൈലോകോക്കസ് ഓറിയസിനൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആന്റിബയോട്ടിക് ആണ് വാൻകോമൈസിൻസ്. ഇത് കൂടുതലും മറ്റുള്ള ആന്റിബയോട്ടിക്സിനോട് റെസ്പോൺസ് ആവാത്ത കേസിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. കാരണം എന്താണ്? ഇറ്റ് ഹാസ് എ ഹൈ പൊട്ടൻഷ്യൽ ഫോർ നെഫ്രോടോക്സിസിറ്റി ആൻഡ് ഓട്ടോടോക്സിസിറ്റി. ഇതിന്റെ നെഫ്രോടോക്സിസിറ്റിയും ഓട്ടോടോക്സിസിറ്റിയും കൂടുതലായതുകൊണ്ട് തന്നെ അതർ ആന്റിബയോട്ടിക്സിനോട് റെസിസ്റ്റന്റ് ആവുന്ന മൈക്രോബ്സിന് മാത്രമേ നമ്മളിത് യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, ഇനി ഗ്ലൈക്കോപെപ്റ്റൈഡ് ആന്റിബയോട്ടിക്സിന്റെ അതർ എക്സാമ്പിൾസ് ആണ് വാൻകോമൈസിൻ കൂടാതെ ടീക്കോപ്ലാനിൻ, തെലാവാൻസിൻസ്, റാമോപ്ലാനിൻ പോലുള്ള ഡ്രഗ്സുകൾ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോർഫിൻ ഈസ് പ്രസന്റ് ഇൻ. മോർഫിൻ പ്രസന്റ് ആയിരിക്കുന്ന പ്ലാന്റ് ഏതാണ്? അട്രോപ ബെലഡോണ, പപ്പാവർ സോംനിഫറം, റിസിനസ് കമ്മ്യൂണിസ്, സൊളാനം നൈഗ്രം. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? പപ്പാവർ സോംനിഫറം എന്നറിയപ്പെടുന്ന ഒപ്പിയം പോപ്പിയിൽ നിന്നാണ് നമുക്ക് എന്ത് ഒപ്റ്റെയിൻ ചെയ്യുന്നത്? മോർഫിൻ ഒപ്റ്റെയിൻ ചെയ്യുന്നത് അല്ലെ. മോർഫിൻ കൂടാതെ ഇതിൻ്റെ അകത്ത് പ്രസന്റ് ആയിരിക്കുന്ന ആൽക്കലോയിഡ്സ് ആണ് കൊഡീൻ, അതുപോലെ തന്നെ തിബൈൻ പോലുള്ള കോൺസ്റ്റുവൻസിൽ പ്രസന്റ് ആണ്. ഏറ്റവും അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്നത് മോർഫിൻ ആണ്. ഇനി അട്രോപ ബെലഡോണയിൽ പ്രസന്റ് ആയിരിക്കുന്ന സബ്സ്റ്റൻസുകൾ ഏതാണ്? ട്രോപ്പൈൻ ആൽക്കലോയിഡ്സ് ആണ് ഇതിൽ കാണപ്പെടുന്നത് അല്ലെ. ട്രോപ്പൈൻ ആൽക്കലോയിഡ്സ് ആയിട്ടുള്ള അട്രോപ്പിൻ, സ്കോപ്പലാമിൻ, ഹയോസയാമിൻസ് ഒക്കെയാണ് ഇതിൽ പ്രസന്റ് ആയിരിക്കുന്നത്. ഇനി റിസിനസ് കമ്മ്യൂണിസ് ആണ് കാസ്റ്റർ ഓയിൽ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇതിൽ പ്രസന്റ് ആയിരിക്കുന്ന ഒരു ടോക്സിക് പ്രോട്ടീൻസ് ആണ് വിച്ച് ഈസ് കോൾഡ് ആസ് റിസിൻസ്. സൊളാനം നൈഗ്രത്തിൽ പ്രസന്റ് ആയിരിക്കുന്നത് ഗ്ലൈക്കോ ആൽക്കലോയിഡ്സുകളാണ്, സൊളാനിൻ ആൻഡ് സോള മാർജിൻസ്. അപ്പോൾ മോർഫിൻ പ്രസന്റ് ആയിരിക്കുന്നത് പപ്പാവർ സോംനിഫറം, ഒപ്പിയം പോപ്പിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓട്ടോക്ലേവിംഗ് ഓഫ് ആംബ്യൂൾസ് ഇൻ എ ഡൈബാത്ത് ഈസ് ഫോർ. നമ്മൾ ആംബ്യൂൾസിനെ ഡൈബാത്ത് ഓട്ടോക്ലേവിംഗ് ചെയ്യുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലാരിറ്റി ടെസ്റ്റിംഗ്, പൈറജൻ ടെസ്റ്റിംഗ്, ലീക്ക് ടെസ്റ്റിംഗ്, സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ്, ഇതെല്ലാം തന്നെ നമ്മുടെ പേരന്റൽ പ്രിപ്പറേഷൻസിന്റെ ഇവാലുവേഷൻസിൽ വരുന്നതാണ് അല്ലെ. പേരന്റൽ പ്രിപ്പറേഷൻസിന്റെ ഇവാലുവേഷനിൽ വരുന്നതാണ്. അതിൽ ഡൈബാത്ത് ടെസ്റ്റ് എന്തിനാണ് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നത്? അതായത് നമ്മൾ ഓട്ടോക്ലേവിലേക്ക് ഈ ആംബ്യൂൾസിനെ ഇറക്കി വെക്കും. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഡൈയും മെഥിലിൻ ബ്ലൂ ആയിരിക്കും അവിടെ യൂസ് ചെയ്യും. ഓക്കെ, മെഥിലിൻ ബ്ലൂ ഡൈയും കൂടെ അവിടെ ആഡ് ചെയ്യും. ദെൻ നമ്മളൊരു പ്രഷർ കൊടുത്തിട്ട് അത് വിത്ഡ്രോ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ആ ഒരു ഡൈയുടെ കളറ് ആ ഒരു ആംബ്യൂളിന് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടോ എന്നാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ലീക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. നമ്മൾ ആംബ്യൂൾ സീൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് അറിയാനാണ് നമ്മൾ ഈ ഒരു ഓട്ടോക്ലേവിംഗ് ഓഫ് ആംബ്യൂൾസിന്റെ ഡൈബാത്ത് ചെയ്യുന്നത്. ഓക്കെ, ലീക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ക്ലാരിറ്റി ടെസ്റ്റിങ് മെയിൻ ആയിട്ട് എന്തെങ്കിലും പാർട്ടിക്കിൾസ് പ്രസന്റ് ആണോ എന്ന് അറിയാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലാരിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്നത്. പൈറജൻ ടെസ്റ്റിങ്ങോ? പൈറജൻ എന്ന് പറഞ്ഞാൽ ഫീവർ കോസിങ് ഓർഗൻസ് ആണ് അല്ലെ. ഫീവർ കോസിങ് ബാക്ടീരിയൽ പ്രോഡക്റ്റ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പൈറജൻ ടെസ്റ്റിംഗ് ചെയ്യുന്നു. ഓക്കെ, സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ മൈക്രോ ഓർഗാനിസം പ്രസന്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇൻക്യുബേറ്റ് ചെയ്തുകൊണ്ടാണ് സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി, ലീക്ക് ടെസ്റ്റിംഗ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആന്റി ക്യാൻസർ ഡ്രഗ്സ് കിൽ ക്യാൻസർ സെൽസ് ബൈ. നമ്മുടെ ആന്റി ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യും അല്ലേ. സോ അതിന്റെ ആ ഒരു കൈനറ്റിക്സ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സീറോ ഓർഡർ കൈനറ്റിക്സ്, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്,
ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്, സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് കേട്ടോ. അതായത് സെൽസ് എത്ര ഉണ്ടോ അതിൻ്റെ പ്രൊപ്പോർഷണൽ ആയിരിക്കും നമ്മുടെ ആൻറ്റി ക്യാൻസർ ഡ്രഗ്സിൻ്റെ ആക്ഷൻസ് വരുന്നത്. ഇപ്പം ക്യാൻസർ സെൽസ് കുറവാണെങ്കിൽ അത്രയും കുറവായിരിക്കും അതിൻ്റെ ആക്ഷൻസ് വരുന്നത്. നോർമൽ സെൽസിനെ അത് ഡിസ്ട്രോയ് ചെയ്യുന്നില്ല അല്ലേ. അതുപോലെ ട്യൂമറസ് സെൽസ് കൂടുതലാണെങ്കിൽ അത്രയധികം സെൽസിനെ എന്ത് ചെയ്യുന്നു, അവ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അവിടെ വരുന്നുണ്ട്. സോ എന്താണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് പ്രകാരമാണ് നമ്മുടെ ആൻറ്റി ക്യാൻസർ ഡ്രഗ്സുകൾ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡോപ്പമിൻ ഈസ് ഡീഗ്രേഡഡ് ബൈ. ഡോപ്പമിൻ ഡീഗ്രേഡ് ചെയ്യുന്നത് താഴെ പറയുന്ന ഏത് എൻസൈം വെച്ചിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാവോ എൻസൈം എ, മാവോ ബി, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദ എബോ. മാവോ എന്ന് പറയുമ്പോൾ എന്താണ്? മോണോ അമീൻ ഓക്സിഡേസ് എൻസൈംസ് അല്ലേ. ഇതിൽ പറഞ്ഞാൽ ഡോപ്പമിൻ ഡീഗ്രേഡ് ചെയ്യുന്നത് രണ്ടും വരുന്നുണ്ട്. മാവോ എൻസൈം എയും വരുന്നുണ്ട്, അതുപോലെ തന്നെ മാവോ എൻസൈം ബിയും വരുന്നുണ്ട്. ബോത്ത് എൻസൈംസും ഡോപ്പമിനെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പാർക്കിൻസൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡോപ്പമിൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്ന രോഗമാണല്ലേ പാർക്കിൻസൺസ്. സോ പാർക്കിൻസൺസത്തിൽ ഡോപ്പമിൻ ഡീഗ്രഡേഷൻ ആണ്, അല്ലെങ്കിൽ ഡോപ്പമിൻ ഡെഫിഷ്യൻസി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? മാവോ ഇൻഹിബിറ്റേഴ്സ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, മാവോ ഇൻഹിബിറ്റേഴ്സിനെ നമുക്ക് യൂസ് ചെയ്യാം. മാവോ ഇൻഹിബിറ്റേഴ്സ് എന്ത് ചെയ്യുന്നു? മോണോഅമീൻ ഓക്സിഡേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഡോപ്പമിൻ ഡീഗ്രഡേഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. അങ്ങനെ പാർക്കിൻസൺസത്തിന്റെ സിംറ്റംസ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ് വരുന്നത്? ബോത്ത് എ ആൻഡ് ബി ആണ് വരുന്നത്. ഓപ്ഷൻ സി അല്ലെ. Dopamine is degraded by both monoamine oxidase A and monoamine oxidase B. ഇനി പ്രിഫറൻഷ്യലി പറഞ്ഞാൽ മോണോഅമീൻ ഓക്സിഡേസ് എൻസൈം എ ഡീഗ്രേഡ് ചെയ്യുന്നത് സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ. ഡോപ്പമിൻ കൂടാതെ സെറട്ടോണിനെയും നോറെപ്പിനെഫ്രിനെയും ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. മാവോ എൻസൈം ബി ആണെങ്കിൽ ഫിനൈൽ ഈഥൈൽ അമീൻസിനെയാണ് കൂടുതലും ഡീഗ്രേഡ് ചെയ്യുന്നത്. ഓക്കെ. The next question, ടിൻഡലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ്. നമ്മുടെ സ്റ്റെറിലൈസേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ടിൻഡലൈസേഷൻ എന്ന് പറഞ്ഞാൽ? ദ സ്റ്റെറിലൈസേഷൻ ബൈ ഹീറ്റിംഗ് അണ്ടർ പ്രഷർ ഫോർ 3 days, സ്റ്റെറിലൈസേഷൻ ബൈ ഹീറ്റിംഗ് വിതൗട്ട് പ്രഷർ ഫോർ 3 days, സ്റ്റെറിലൈസേഷൻ ബൈ ഹീറ്റിംഗ് അണ്ടർ പ്രഷർ ഫോർ 1 day, നൺ ഓഫ് ദ എബോ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് സ്റ്റെറിലൈസേഷൻ ബൈ ഹീറ്റിംഗ് വിതൗട്ട് പ്രഷർ ഫോർ 3 days. എന്താണ് ടിൻഡലൈസേഷൻ എന്ന് പറഞ്ഞാൽ? ശരിക്കും ടിൻഡലൈസേഷൻ നമ്മുടെ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ്റെ ഒരു ടൈപ്പാണ്. മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ്റെ ഇവിടെ എന്ന് പറഞ്ഞാൽ 100 degree സെൽഷ്യസിൽ ഒരു 15 to 20 minutesലേക്ക് നമ്മുടെ ഒബ്ജക്റ്റിനെ നമുക്ക് എന്താണോ സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് അതിനെ എന്ത് ചെയ്യുന്നു? ആ ഒരു ഹീറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അത് കൊടുക്കുന്നത് ഏകദേശം 3 days ആണ്. അതായത് 3 ദിവസങ്ങളിലായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ ഒരു 100 degree സെൽഷ്യസിൽ 15 to 20 minutes കൊടുക്കുന്നു. ദെൻ സെക്കൻഡ് ഡേയിലും ചെയ്യുന്നു ആൻഡ് തേർഡ് ഡേയിലും ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് സ്പോർസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, അവിടെ കില്ല് ചെയ്യപ്പെടുന്നില്ല. അല്ലാതെ പ്രസന്റ് ആയിരിക്കുന്ന ലിവിങ് ആയിരിക്കുന്ന മൈക്രോബ്സ് ആയിരിക്കും കില്ല് ചെയ്യപ്പെടുന്നത്. ഇനി സെക്കൻഡ് ഡേ ആവുമ്പോൾ ആ ഒരു സ്പോർസ് എല്ലാം ജെർമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു സ്പോർസിനെ ഇവിടെ എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ 3 സക്സസ്ഫുൾ ഡേയ്സിലുള്ള ആ ഒരു സ്റ്റെറിലൈസേഷൻ കൊണ്ടിട്ട് നമുക്ക് കംപ്ലീറ്റ് ആ ഒരു സ്റ്റെറിലൈസ്ഡ് ആയിട്ട് മാറ്റാം. അപ്പം അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, ടിൻഡലൈസേഷൻ. ഇതിൻ്റെ അതർ നെയിംസ് ആണ് ഇന്റർമിറ്റൻറ്റ് സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ എന്നൊക്കെ പറയാം. ഓക്കെ, ഇന്റർമിറ്റൻറ്റ് സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ. അപ്പോൾ 100 degree സെൽഷ്യസിൽ 15 to 20 minutes ഫോർ സക്സസീവ് 3 days ആണ് ഇതിൻ്റെ ടൈം പീരീഡ് വരുന്നത്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. The next question, which of the following may cause cycloplegia when used topically in the eye? ടോപ്പിക്കലി നമ്മുടെ ഐയിൽ ഏത് ഡ്രഗ് യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു സൈക്ലോപ്ലീജിയ എന്ന് പറയുന്ന കണ്ടീഷൻസ് വരുന്നത്? എന്താണ് സൈക്ലോപ്ലീജിയ എന്ന് പറഞ്ഞാൽ? അതായത് പാരാലിസിസ് ആണ് കേട്ടോ. നമ്മുടെ സിലിയറി മസിൽസിന് ആ ഒരു ഇതിനെ എന്താണ് എബിലിറ്റി ഇല്ല, അതിനെ ഹോൾഡ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലാതെ സിലിയറി മസിൽസ് പാരലൈസ്ഡ് ആയി പോകുന്ന കണ്ടീഷനാണ് സൈക്ലോപ്ലീജിയ.
കോർട്ടിസോൺ, ഫൈസോസ്റ്റിഗ്മിൻ, പൈലോകാർപ്പിൻ, അട്രോപ്പിൻ. ഏത് കാരണമാണ് നമുക്ക് ഈ ഒരു സൈക്ലോപ്ലീജിയ ഉണ്ടാവുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, അട്രോപ്പിൻ ആണ്. അതായത് അട്രോപ്പിൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു ആന്റി കോളിനർജിക് ഏജന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് മെസ്കാർനിക് റിസപ്റ്റേഴ്സിനെ എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെ അവിടെ ഒരു പാരാലിസിസ് ഫോം ചെയ്യുന്നു. ഇത് മെയിൻ ആയിട്ട് നമ്മൾ പ്യൂപ്പിൾ ഒന്ന് ഡൈലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എന്തെങ്കിലും ഐൽ എക്സാമിനേഷൻ ഒക്കെ ചെയ്യുമ്പോൾ പ്യൂപ്പിൾ ഒന്ന് ഡൈലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി അതർ ഓപ്ഷൻസ് നോക്കിക്കേ. കോർട്ടിസോൺ. കോർട്ടിസോൺ എന്ന് പറഞ്ഞാൽ വിച്ച് ഹാസ് ആൻ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി. സോ നമുക്ക് കൺജങ്ക്റ്റിവൈറ്റിസിനൊക്കെ ഇത് യൂസ് ചെയ്യാം. ഇനി ഫൈസോസ്റ്റിഗ്മിനും പൈലോകാർപ്പിനും ഒക്കെ ആണെങ്കിൽ വിച്ച് ഈസ് എ കോളിനർജിക് ഏജന്റ് ആണ്. അട്രോപ്പിൻ ആന്റി കോളിനർജിക് ആണെങ്കിൽ ഇവ കോളിനർജിക് ആണ്. അപ്പോൾ സോ എന്താണ്? ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്ഷൻ ആയിരിക്കും. അസറ്റൈൽ കോളിനെ ഇൻക്രീസ് ചെയ്യുന്നു. അതുവഴി പ്യൂപ്പിൾ കൺസ്ട്രിക്ഷൻ ആണ്, അതായത് മയോസിസ് ആണ് ഫൈസോസ്റ്റിഗ്മിനും പൈലോകാർപ്പിനും ഒക്കെ ചെയ്യുന്നത്. അപ്പം സൈക്ലോപ്ലീജിയ ഉണ്ടാക്കുന്നത് ആരാണ്? അട്രോപ്പിൻ ആണ്. ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. The next question, captopril exerts action by inhibiting conversion of. Captopril എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഹൈപ്പോടെൻസീവ് ഏജന്റ് ആണ് അല്ലെ. ഹൈപ്പോടെൻസീവിൽ തന്നെ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സ് ആണ്. ആരെന്ന് പറഞ്ഞാൽ ക്യാപ്റ്റോപ്രിൽ എന്ന് പറഞ്ഞാൽ ACE ഇൻഹിബിറ്റർ ആണ്. ഓക്കെ, ACE ഇൻഹിബിറ്റർ ആണ്. അപ്പം ഈ ACE ഇൻഹിബിറ്റർ ആയിട്ടുള്ള ക്യാപ്റ്റോപ്രിൽ ഏത് കൺവേർഷൻ ആണ് ഇൻഹിബിറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻജിയോടെൻസിൻ 1 to 2, ആൻജിയോടെൻസിൻ 2 to 1, ആൻജിയോടെൻസിനോജൻ ടു ആൻജിയോടെൻസിൻ, ആൻജിയോടെൻസിൻ ടു ആൻജിയോടെൻസിനോജൻ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ആൻജിയോടെൻസിൻ ടു ടെൻസിൻ 1 to 2 ആണ് കേട്ടോ. അതായത് നമുക്ക് നോർമലി പറഞ്ഞാൽ ആൻജിയോടെൻസിനോജൻ, ഓക്കെ, ആൻജിയോടെൻസിനോജനെ റെനിൻ എൻസൈം വന്നിട്ട് എന്തായിട്ട് മാറ്റും? റെനിൻ, കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന റെനിൻ വന്നിട്ട് ആൻജിയോടെൻസിൻ 1 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ആൻജിയോടെൻസിൻ 1 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ ആൻജിയോടെൻസിൻ 1നെ ആൻജിയോടെൻസിൻ 2 ആക്കി മാറ്റുന്ന ആരാണ്? ആൻജിയോടെൻസിൻ 2 ആക്കി മാറ്റുന്നത് ACE ആണ് അല്ലെ. ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈംസ് ആണ് ഇത് കൺവേർട്ട് ചെയ്യുന്നത്. വിച്ച് ഈസ് എ പൊട്ടന്റ് വാസോ കൺസ്ട്രിക്റ്റർ ആണ്. അതായത് നമ്മുടെ ബ്ലഡ് വെസൽസിനെ കൺസ്ട്രിക്ട് ചെയ്യുന്ന ആളാണ്. സോ എന്ത് ചെയ്യും? അവിടെ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ക്യാപ്റ്റോപ്രിൽ പോലുള്ള ACE ഇൻഹിബിറ്റേഴ്സ് വന്നിട്ട് ഈ ഒരു എൻസൈമിനെയാണ് അവിടെ ബ്ലോക്ക് ചെയ്യുന്നത്. സോ 1, 2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ എന്ത് ചെയ്യുന്നു? അവിടെ പ്രിവെന്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ബ്ലഡ് പ്രഷർ ഇവ റെഡ്യൂസ് ചെയ്യുന്നത്. വാസോ ഡൈലേറ്റിംഗ് എഫക്റ്റ് ആണ് റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ആൻസർ ഏത് വരും? ഓപ്ഷൻ എ വരും, ആൻജിയോടെൻസിൻ 1 to 2. ക്യാപ്റ്റോപ്രിൽ എക്സേർട്ട് ആക്ഷൻ ബൈ ഇൻഹിബിറ്റിംഗ് ദ കൺവേർഷൻ ഓഫ് ആൻജിയോടെൻസിൻ 1 to 2. ഇനി ആൻജിയോടെൻസിനോജൻ ടു ആൻജിയോടെൻസിൻ കൺവേർട്ട് ചെയ്യുന്ന എൻസൈം ഏതാണ്? റെനിൻ എൻസൈം ആണ്. അവിടെ ആക്ഷൻ ഒന്നും ഇതിന് വരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലാർജസ്റ്റ് പീക്ക് ഇൻ എ മാസ് സ്പെക്ട്രം ഈസ് കോൾഡ്. നമ്മുടെ മാസ് സ്പെക്ട്രത്തിൽ പ്രസന്റ് ആയിരിക്കുന്ന ലാർജസ്റ്റ് പീക്ക്, അതായത് ഏറ്റവും ഹൈ ഇന്റൻസിറ്റി ഉള്ള ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പേരന്റ് പീക്ക്, ഡോട്ടർ പീക്ക്, മെറ്റാസ്റ്റേബിൾ പീക്ക്, ബേസ് പീക്ക്. ഏതാണ് വരുന്നത്? കറക്റ്റ് ആൻസർ വരുന്ന ഹൈ ഇന്റൻസിറ്റി ഉള്ളത് ബേസ് പീക്ക് ആണ് കേട്ടോ. ഹൈ ഇന്റൻസിറ്റി ഉള്ളത് ബേസ് പീക്ക് ആണ്. ഇനി പേരന്റ് പീക്ക് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയതിനു ശേഷമുള്ളതാണ് പേരന്റ് പീക്ക്. ഈ പേരന്റ് പീക്കിന്റെ തന്നെ ഫ്രാഗ്മെന്റ്സ് ആണ് ആരെന്ന് പറഞ്ഞാൽ ഡോട്ടർ പീക്കുകൾ. ഓക്കെ, പേരന്റ് പീക്കിന്റെ തന്നെ ഫ്രാഗ്മെന്റ്സുകളാണ് ഡോട്ടർ പീക്കുകൾ. മെറ്റാസ്റ്റേബിൾ പീക്കുകൾ എന്ന് പറഞ്ഞാലും ലോ ഇന്റൻസിറ്റി ഉള്ള ഫ്രാഗ്മെന്റ്സുകളാണ്. ഓക്കെ, ലോ ഇന്റൻസിറ്റി ഉള്ള ആ ഒരു ഡിറ്റക്ടറിന്റെയും സോഴ്സിന്റെയും കറക്റ്റ് ആ പാത്തിൽ തന്നെ ഉള്ളതാണ് മെറ്റാസ്റ്റേബിൾ പീക്ക്. അപ്പം ലാർജസ്റ്റ് പീക്ക് ഇൻ എ മാസ് സ്പെക്ട്രം ഈസ് കോൾഡ് ബേസ് പീക്ക് വിച്ച് ഹാസ് ദ ഹൈ ഇന്റൻസിറ്റി. ഓക്കെ, മോസ്റ്റ് അബണ്ടന്റ് അയൺ ഡിറ്റക്ട് ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിന്റെ റിലേറ്റീവ് അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ 100% ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കെല്ലർ-കില്യാനി ടെസ്റ്റ് ഈസ് ദ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ഫോർ. കെല്ലർ-കില്യാനി ടെസ്റ്റ് മെയിൻ ആയിട്ട് കാർഡിയാക് ഗ്ലൈക്കോസൈറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. ഇവിടെ ഏതാണ് ഒരു കാർഡിയാക് ഗ്ലൈക്കോസൈറ്റ്സ് ഉള്ളത്? ഡിജിറ്റാലിസ്, സെന്ന, മെറ്റ്ഫോമിൻ, റിഫാംബിസിൻ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഡിജിറ്റാലിസ് ആണ് അല്ലെ, കാർഡിയാക് ഗ്ലൈക്കോസൈഡ് ആണ്. ഇനി സെന്ന എന്താണ് വരുന്നത്? വിച്ച് ഈസ് ആൻ ആന്ത്രാക്വിനോൺ ഗ്ലൈക്കോസൈഡ്സ്. ആന്ത്രാക്വിനോൺ ഗ്ലൈക്കോസൈഡ്സ് ആണ്. അപ്പം കറക്റ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. ഇനി മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പോഗ്ലൈസേമിക് ഏജന്റ് ആണ്.
rifampicin, which is an antibiotic. The next question, storage form of iron in the human body. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ അയൺ സ്റ്റോർ ചെയ്യുന്നത് ഏത് ഫോമിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫെറിറ്റിൻ, ഫെറസ് ഫ്യൂമറേറ്റ്, ഹീം, ഗ്ലോബുലിൻസ്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഫെറിറ്റിൻ ആണ് കേട്ടോ. ഫെറിറ്റിൻ ഫോമിലാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ അയൺ സ്റ്റോർ ചെയ്യുന്നത്. ഫെറസ് ഫ്യൂമറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് അയൺ ആബ്സോർബ് ചെയ്യുന്ന ഫോമാണ് ഫെറസ് ഫ്യൂമറേറ്റ്. ദെൻ ഇത് എന്തായിട്ട് ട്രാൻസ്ഫർ ചെയ്യും? ഫെറിറ്റിൻ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് എഗെയിൻ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നത്. ഹീം നമുക്കറിയാം, ഹീമോഗ്ലോബിൻ അല്ലെ, ഓക്സിജൻ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു അയൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ആണ് ഹീം എന്ന് പറഞ്ഞാൽ. അപ്പം ഇതും സ്റ്റോറേജ് അല്ല വരുന്നത്. ആൻഡ് ഗ്ലോബുലിൻ എന്താണ്? ഗ്ലോബുലിൻ ഈസ് എ ട്രാൻസ്പോർട്ടിങ് പ്രോട്ടീൻസ്. ഗ്ലോബുലിൻ നമ്മുടെ ബോഡിയിൽ തന്നെ മോളിക്യൂൾസിനെ മൂവ് ചെയ്യിക്കാൻ, ട്രാൻസ്പോർട്ട് ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻസ് ആണ് ഗ്ലോബുലിൻസ് എന്ന് പറയുന്നത്. ഗ്ലോബുലിൻസിൽ തന്നെ ട്രാൻസ്ഫറിൻ, അയൺ ട്രാൻസ്പോർട്ടിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ്, ടൈപ്പ് ഓഫ് ഗ്ലോബുലിൻ ആണ് ട്രാൻസ്ഫറിൻസ്. അപ്പൊ കറക്റ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ എ വരും, ഫെറിറ്റിൻസ്. ഓക്കെ, ഫെറസ് ഫ്യൂമറേറ്റ് ഫോം ഓഫ് അയൺ ദാറ്റ് ക്യാൻ ബി അബ്സോർബ്ഡ് ഫ്രം ദ ഡയറ്റ്. ഓക്കെ, ഇതിലോട്ടാണ്. The next question, micromeritics refers to the study of. എന്തിന്റെ സ്റ്റഡിയാണ് മൈക്രോമെർട്ടിക്സ് എന്ന് പറഞ്ഞാൽ? മൈക്രോസ്കോപ്പ്, മൈക്രോ ഓർഗാനിസം, മെട്രിക് സിസ്റ്റം ഓഫ് മെഷർമെന്റ്, സ്മോൾ പാർട്ടിക്കിൾസ്. എന്തിന്റെ സ്റ്റഡിയാണ് ശരിക്കും? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് സ്മോൾ പാർട്ടിക്കിൾസിന്റെ ആണ് അല്ലെ. സ്മോൾ പാർട്ടിക്കിൾസിന്റെ സ്റ്റഡിയാണ് നമ്മൾ മൈക്രോമെർട്ടിക്സ് എന്ന് പറയുന്നത്. നിയർലി പറഞ്ഞാൽ മൈക്രോൺ സൈസിലുള്ള പാർട്ടിക്കിൾസിന്റെ സ്റ്റഡീസ് ആണെന്ന് പറയാം. അപ്പോൾ മൈക്രോൺ സൈസിലുള്ള പാർട്ടിക്കിൾസിന്റെ ബിഹേവിയർ, അതിന്റെ പ്രോപ്പർട്ടീസ്, ഇതിലൊക്കെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അതിന്റെ സൈസ്, ഷേപ്പ്, സർഫസ് ഏരിയ, ഡെൻസിറ്റി ആൻഡ് ഈ ഒരു ക്യാരക്ടേഴ്സ് എല്ലാം എങ്ങനെ ഫ്ലോയബിലിറ്റി, കംപ്രസിബിലിറ്റി ഒക്കെ മാനേജ് ചെയ്യുന്നു എന്ന് നമ്മൾ ഈ ഒരു സ്റ്റഡീസിലാണ് കാണുന്നത്. The next question, how many half-life is required to disintegrate 90% of the drug? ഒരു ഡ്രഗിന്റെ 90% ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ എത്ര ഹാഫ് ലൈഫ് അവിടെ ആവശ്യമാണ്? 3, 4, 1, 2. എത്ര ഹാഫ് ലൈഫ് വേണ്ടി വരും? എന്താണ് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ? ടി ഹാഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രഗിന്റെ 50% എലിമിനേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ടി ഹാഫ്. അപ്പം ഒരു ഡ്രഗിന്റെ 90% എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ എത്ര ടി ഹാഫ് വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ 3 ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു ഫസ്റ്റ് ഹാഫ് ലൈഫ് കഴിയുമ്പോൾ 50% ഡ്രഗും എലിമിനേറ്റ് ആവും. 2 ഹാഫ് ലൈഫ് കഴിയുമ്പോൾ 75% എലിമിനേറ്റ് ആവും. തേർഡ് ഹാഫ് ലൈഫ് കഴിയുമ്പോൾ 87.5% ഡ്രഗ് എലിമിനേറ്റ് ആവും. 4 ഹാഫ് ലൈഫ് കഴിയുമ്പോഴത്തേക്കിന് 93.8% എന്താവും? എലിമിനേറ്റ് ആവും. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം 3 4 ഇടക്കാണ് അല്ലെ. അപ്പൊ ഓപ്ഷനിൽ നമുക്ക് 3 ഉണ്ട്. സോ നമുക്ക് 3 അവിടെ സെലക്ട് ചെയ്യാം. The next question, a patient with a glucose 6-phosphate dehydrogenase deficiency if treated with dapsone will develop. അപ്പോൾ G6PD ഡെഫിഷ്യൻസി ഉള്ള പേഷ്യൻസിൽ ഡാപ്സോൺ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്തിനെങ്കിലും ഡാപ്സോൺ കൊടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു ഡിസീസ് എന്താണ്? ഹിമോലൈറ്റിക് അനീമിയ, പെർനീഷ്യസ് അനീമിയ, ഡയേറിയ, നൺ ഓഫ് ദ എബോ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഹീമോലൈറ്റിക് അനീമിയ ആണ് കേട്ടോ. അതായത് G6PD ഡെഫിഷ്യൻസി ഉള്ളവർക്ക് തന്നെ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് അവർക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്സിഡേറ്റീവ് സ്ട്രെസ് മാനേജ് ചെയ്യാതെ വരുന്ന സമയത്ത് ഇവരുടെ RBC റപ്ചർ ആയി പോകുന്നു. ഓക്കെ, RBC റപ്ചർ ആയി പോകുന്നു. ഇനി ഡാപ്സോണിന്റെ പ്രത്യേകത എന്താണ്? ഡാപ്സോൺ വിച്ച് ഇൻഡ്യൂസസ് ദ ഓക്സിഡേറ്റീവ് സ്ട്രെസ്. ആ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ RBC റപ്ചറിങ് അവിടെ മോർ ആകുന്നു. അങ്ങനെ നമുക്ക് എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്? ഹീമോലൈറ്റിക് അനീമിയ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ വരും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി പെർനീഷ്യസ് അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർനീഷ്യസ് അനീമിയ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ബോഡിയിൽ വൈറ്റമിൻ B12 അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലം ആണ് പെർനീഷ്യസ് അനീമിയ എന്ന് പറഞ്ഞാൽ. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഹീമോലൈറ്റിക് അനീമിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ്ട്രിയോണം ഈസ് എ. ആസ്ട്രിയോണം
What is astrionum? Monobactam, carbapenem, beta-lactamase inhibitors, none of the above. ഇതറിയണമെങ്കിൽ നമ്മൾ ബീറ്റാലാക്ടം ആന്റിബയോട്ടിക്സിന്റെ ക്ലാസിഫിക്കേഷൻസ് പഠിക്കണം അല്ലെ. ബീറ്റാലാക്ടം ആന്റിബയോട്ടിക്സിൽ എന്തൊക്കെ വരുന്നുണ്ട്? പെനിസിലിൻസ്, സെഫാലോസ്പോറിൻസ്, മോണോബാക്ടം, കാർബാപെനിംസ് ഒക്കെ വരുന്നുണ്ട്. അതിൽ ഏതാണ് ആസ്ട്രിയോണം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. മോണോബാക്ടത്തിന് എക്സാമ്പിൾ ആണ് ആസ്ട്രിയോണം അല്ലെ. മോണോബാക്ടത്തിന് എക്സാമ്പിൾ ആണ്. നമ്മൾ മോണോബാക്ടത്തിന് അതർ എക്സാമ്പിൾസ് കൂടെ നോക്കിയേ. ആസ്ട്രിയോണം, ടൈഗിമോണം, കാർബോണം ഒക്കെയാണ്. കാർബാപെനിംസ് ആണെങ്കിൽ ബയാപെനിംസ്, സെർട്ടാപെനിംസ്, ഡോറിപെനിംസ് ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ബീറ്റാലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സും നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. അതിനോട് എക്സാമ്പിൾസ് നോക്കുക. ക്ലാവലാനിക് ആസിഡ്, സൾബാക്ടം, ടെസോബാക്ടം ഒക്കെയാണ് ബീറ്റാലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സിന് എക്സാമ്പിൾ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡോട്ട്സ് റെഫേഴ്സ് ടു. എന്താണ് ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ഓപ്ഷൻ ട്രീറ്റ്മെന്റ് സിസ്റ്റം, ഡ്രഗ് റെസിസ്റ്റന്റ് ഒപ്റ്റിമൈസിംഗ് ട്രീറ്റ്മെന്റ് സിസ്റ്റം, ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ്, നൺ ഓഫ് ദ എബോവ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ. ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് ആണ്. അതായത് നമുക്ക് TB ഉള്ള ഒരാൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആശാ വർക്കർ അല്ലെങ്കിൽ ഹെൽത്ത് വർക്കർ ഡയറക്റ്റ് ചെന്നിട്ട് അവരെ കൊണ്ട് മെഡിസിൻസ് എടുക്കുന്ന ആ ഒരു മോഡലിനെയാണ് ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് എന്ന് പറയുന്നത്. TB മെഡിക്കേഷന് വേണ്ടിയിട്ട്, അതായത് ആ പേഷ്യൻ്റ് ആ ഒരു മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടോ എന്ന് ഒന്ന് അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് സിസ്റ്റം ആണ്. ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സബ്ലിംഗ്വലി യൂസ്ഡ് ഓർഗാനിക് നൈട്രേറ്റ് ഈസ്. നമ്മൾ സബ്ലിംഗ്വലി യൂസ് ചെയ്യുന്ന ഒരു ഓർഗാനിക് നൈട്രേറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നൈട്രോഗ്ലിസറിൻ, ഐസോസോർബിറ്റ് ഡൈനൈട്രേറ്റ്, ഐസോസോർബിറ്റ് മോണോനൈട്രേറ്റ്, ബോത്ത് എ ആൻഡ് ബി. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ കേട്ടോ. അതായത് നൈട്രോഗ്ലിസറിനും ഐസോസോർബിറ്റ് ഡൈനൈട്രേറ്റും നമ്മൾ സബ്ലിംഗ്വലി ആണ് യൂസ് ചെയ്യുന്നത്. ബോത്ത് ആർ സബ്ലിംഗ്വലി ആണ് യൂസ് ചെയ്യുന്നത്. അതായത് വിത്തിൻ 1 to 5 minutes നമുക്ക് അവിടെ ആക്ഷൻ കിട്ടും അല്ലെ. ആൻജൈന പെക്ടോറിസ് അല്ലെങ്കിൽ ചെസ്റ്റ് പെയിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഐസോസോർബിറ്റ് മോണോനൈട്രേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു ഓറൽ ടാബ്ലറ്റ് ആണ് കേട്ടോ. ഓറൽ ടാബ്ലറ്റ് ആണ്. അത് ആൻജൈന പെക്ടോറിസിന്റെ പ്രിവെൻഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ സബ്ലിംഗ്വലി യൂസ് ചെയ്യുന്നതാണ് നൈട്രോഗ്ലിസറിനും ഐസോസോർബിറ്റ് ഡൈനൈട്രേറ്റും. രണ്ടും എന്താണ്? വാസോ ഡൈലേറ്റേഴ്സ് ആണ് അല്ലെ. വാസോ ഡൈലേറ്റിംഗ് എഫക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി വരും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ത്രോംബോക്സൈൻ ഈസ് മെയിൻലി സിന്തസൈസ്ഡ് ബൈ. ത്രോംബോക്സൈൻ മെയിൻലി സിന്തസൈസ് ചെയ്യുന്ന എവിടെയാണ്? ലങ്സ്, സ്പ്ലെയിന്, പ്ലേറ്റ്ലെറ്റ്സ്, എൻഡോത്തീലിയം. ഇവിടെ ത്രോംബോക്സൈൻ സിന്തസൈസ് ചെയ്യുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആണ് കേട്ടോ. ത്രോംബോക്സൈൻ സിന്തസൈസ് ചെയ്യുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ലങ്സിലാണെങ്കിൽ ത്രോംബോക്സൈൻ സിന്തസൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ്സ് തന്നെയാണ്. സ്പ്ലീൻ ആണെങ്കിൽ ബ്ലഡ് ഫിൽട്രേഷനും ഇമ്മ്യൂൺ ഫംഗ്ഷനിലും ഒക്കെയാണ് ഇൻവോൾവ് ആകുന്നത്. എൻഡോത്തീലിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആണ്. ഓക്കെ, പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ആണ് ഇവിടെ. അഗ്രിഗേഷൻ ഇത് ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് വരുന്നത്. അപ്പൊ ത്രോംബോക്സൈൻ സിന്തസൈസ് ചെയ്യുന്നത് എവിടെയാണ്? പ്ലേറ്റ്ലെറ്റ്സിലാണ് സിന്തസൈസ് ചെയ്യുന്നത്, വിച്ച് ഈസ് എ പൊട്ടന്റ് വാസോ കൺസ്ട്രക്ടർ. സോ ഒരു ബ്ലഡ് ക്ലോട്ടിംഗ് ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസ് ആണ് ത്രോംബോക്സൈൻസ്. The next question, the Wurster process can be used to. Wurster process എന്തിനാണ് യൂസ് ചെയ്യുന്നത്? Coat tablets, determine the disintegration time, gas sterilize parenteral solutions, automatic filling of capsules. കറക്റ്റ് ആൻസർ വരുന്നത് ടാബ്ലറ്റ് കോട്ടിംഗ് ആണ് അല്ലേ. Wurster process ടാബ്ലറ്റ് കോട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബോട്ടം സ്പ്രേ മെത്തേഡ്. ടാബ്ലറ്റ്, പെല്ലറ്റ്സ്, ഗ്രാനുൾസ് ഇവയുടെ എല്ലാം കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ പാർട്ടിക്കിൾസ് എയർ സ്ട്രീമിൽ സസ്പെൻഡ് ചെയ്ത് നിൽക്കും. ദെൻ ഒരു സ്പ്രേ നോസിൽസ് വഴിയിട്ടായിരിക്കും നമ്മൾ ആ ഒരു കോട്ടിംഗ് സൊല്യൂഷൻ എന്ത് ചെയ്യുന്നത്, അതിലേക്ക് സ്പ്രേ ചെയ്യുന്നത്. ദെൻ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതോടൊപ്പം ആ ഒരു തിക്നെസ് അച്ചീവ് ചെയ്യുന്നത് വരെ ഈ പാർട്ടിക്കിൾസിനെ അവിടെ ഇട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സെവറൽ സ്റ്റെപ്സ് ആയിട്ടായിരിക്കും നടക്കുന്നത്. ആദ്യം നമ്മുടെ പാർട്ടിക്കിൾസിനെ ഫ്ലൂയിഡൈസേഷൻ ചെയ്യുന്നു, പിന്നെ ആ ഒരു കോട്ടിംഗ് സൊല്യൂഷൻ അപ്ലൈ ചെയ്യുന്നു, ദെൻ അതിനെ ട്രൈ ചെയ്യുന്നു. അങ്ങനെ ഒരു 3 സ്റ്റെപ്പായിട്ടാണ് ഇത് നടക്കുന്നത്. ആ ഒരു സ്റ്റെപ്പ് തന്നെ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും. ആ ഒരു പർട്ടിക്കുലർ ആ ഒരു കോട്ടിങ്ങിന്റെ തിക്നെസ് കിട്ടുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എമൽഷൻ കണ്ടെയ്നിങ് മോർ ദാൻ 2 phases ആർ കോൾഡ് as. നമ്മുടെ
എമൽഷനിൽ തന്നെ രണ്ട് ഫേസിൽ കൂടുതലുള്ള എമൽഷന് പറയുന്ന പേരെന്താണ്? മിക്സഡ് എമൽഷൻ, ഹെട്രോജീനസ് എമൽഷൻ, ഹോമോജനൈസ്ഡ് എമൽഷൻ, മൾട്ടിപ്പിൾ എമൽഷൻ. കറക്റ്റ് ആൻസർ വരുന്നത് മൾട്ടിപ്പിൾ എമൽഷൻ ആണ് കേട്ടോ. അതായത് ഒന്നിലധികം ഫേസ് അതിലുണ്ട് അല്ലേ, രണ്ടിലധികം ഫേസ് ഉണ്ട്. അതായത് വാട്ടർ ഇൻ ഓയിൽ ഇൻ വാട്ടർ അല്ലെങ്കിൽ ഓയിൽ ഇൻ വാട്ടർ ഇൻ ഓയിൽ. ഇനി ഹോമോജനൈസ്ഡ് എമൽഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ പാർട്ടിക്കിൾ സൈസ് കുറയ്ക്കാനായിട്ട് ഹോമോജനൈസിങ് ചെയ്ത് കിട്ടുന്ന എമൽഷൻസ് ആണ് ഹോമോജനൈസ്ഡ് എമൽഷൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈപ്പോടെൻസീവ് എഫക്റ്റ് ഓഫ് ക്ലോണിഡിൻ ഈസ് ഡ്യൂ ടു ആക്ഷൻ ഓൺ. നമുക്കറിയാം ഹൈപ്പോടെൻസീവ് എഫക്റ്റ് ആണ് ക്ലോണിഡിനുള്ളത്. അത് എന്തിൻ്റെ ആക്ഷൻ മൂലമാണ്? ആൽഫ അഡ്രിനർജിക് റിസപ്റ്ററിലാണോ ആക്ട് ചെയ്യുന്നത്, അതോ ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റർ, H1 റിസപ്റ്റർ, H2 റിസപ്റ്റർ? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ക്ലോണിഡിൻ എന്ന് പറഞ്ഞാൽ ഒരു ആൽഫ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആണ് കേട്ടോ. അതിൽ തന്നെ ആൽഫ റിസപ്റ്റേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, ആൽഫ 1 ഉണ്ട്, ആൽഫ 2 ഉണ്ട്. ഇതിൽ ആൽഫ 2ലാണ് ക്ലോണിഡിൻ ആക്ട് ചെയ്യുന്നത്. ഇനി ആൽഫ 2ൽ വരുന്ന മറ്റ് ഡ്രഗ്സുകളും കൂടെ നോക്കിക്കേ. ഗ്വാൻഫെയിൻസിൻ, ബ്രിമോണിഡിൻ ഒക്കെയാണ് അതർ ഡ്രഗ്സുകൾ. ഇവിടെ നമ്മുടെ ക്ലോണിഡിൻ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ആക്ട് ബൈ റെഡ്യൂസിങ് ദ സിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോ. സിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോ കുറച്ചുകൊണ്ടാണ് ഹാർട്ട് റേറ്റും അതുപോലെ ബ്ലഡ് പ്രഷറും ഇവ റെഗുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആൽഫ 1 അഗോണിസ്റ്റിന് എക്സാമ്പിൾ ആണ് മിഡോഡ്രിനോ, ഫിനിലെഫ്രിനും, മെറ്റാറമിനോൾസും ഒക്കെ. അപ്പം ക്ലോണിഡിന്റെ ആക്ഷൻ ആൽഫയിലാണ്, ആൽഫ 2ലാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആന്റി ഡയബറ്റിക് ഏജന്റ് ഓഫ് ചോയ്സ് ഇൻ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ്. ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് അല്ലെങ്കിൽ DK ഇതിൽ യൂസ് ചെയ്യുന്ന ആന്റി ഡയബറ്റിക് ഏജന്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോട്ടമിൻ സിങ്ക് ഇൻസുലിൻ, ഐസോഫെയിൻ ഇൻസുലിൻ, ക്രിസ്റ്റലൈൻ ഇൻസുലിൻ, ടോൾബ്യൂട്ടമൈഡ്. അപ്പം ഡയബറ്റിക് കീറ്റോസിഡോസിസ് എന്ന് പറഞ്ഞാൽ ഒരു വേഴ്സൺ കണ്ടീഷനാണ്. സോ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ കിട്ടുന്ന ഒരു ഏജന്റ് വേണോണ്ട് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഏറ്റവും ഷോർട്ട് ആക്ടിങ് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ ഇൻസുലിൻ ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. ഡയബറ്റിക് കീറ്റോസിഡോസിസ് ഇസ് എ സീരിയസ് കോംപ്ലിക്കേഷൻ ഓഫ് ഡയബറ്റീസ്. സോ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ റെഗുലർ ഇൻസുലിൻ എന്നറിയപ്പെടുന്ന ക്രിസ്റ്റലൈൻ ഇൻസുലിൻ ആണ് അവിടുത്തെ ചോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ ആണ്. സോ IV ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഒരു റാപ്പിഡ് കൺട്രോൾ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഇനി അതർ ഓപ്ഷൻസ് ആയിട്ടുള്ള പ്രോട്ടമിൻ സിങ്ക് ഇൻസുലിൻ ആണെങ്കിൽ ഒരു ലോങ് ആക്ടിങ് ഇൻസുലിൻ ആണ്. ഐസോഫിൻ ഇൻസുലിൻ ഓൾസോ കോൾഡ് ആസ് NPH ഇൻസുലിൻ വിച്ച് ഇസ് ആൻ ഇന്റർമീഡിയറ്റ് ഇൻസുലിൻ ആണ്. ഡെയിലി ഗ്ലൂക്കോസ് കൺട്രോളിന് നമുക്ക് യൂസ് ചെയ്യാം. ടോൾബ്യൂട്ടമൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓറലി യൂസ് ചെയ്യുന്ന ടാബ് ആണ് അല്ലേ. സോ അതും നമ്മുടെ ഇൻസുലിൻ സെക്രീഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഡയബറ്റിക് കീറ്റോസിഡോസിസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രിസ്റ്റലൈൻ ഇൻസുലിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലാക്ക് പെപ്പർ കൺസിസ്റ്റ് ഓഫ് ദ ഡ്രൈഡ് അൺറൈപ്പ് ഫ്രൂട്ട്സ് ഓഫ്. ബ്ലാക്ക് പെപ്പറിന്റെ സോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. പൈപ്പർ ബീറ്റിൽ, പൈപ്പർ ക്യുബേബ, പൈപ്പർ ലോങ്ങം, പൈപ്പർ നൈഗ്രം. കറക്റ്റ് ആൻസർ വരുന്നത് പൈപ്പർ നൈഗ്രം ആണ് കേട്ടോ. ഡ്രൈഡ് അൺറൈപ്പ് ഫ്രൂട്ട്സ് ഓഫ് പൈപ്പർ നൈഗ്രം ബിലോങ്സ് ടു ദി ഫാമിലി ഏതാണ് വരുന്നത്? പൈപ്പറേസിയ ഫാമിലി ആണ് വരുന്നത്. ഓക്കെ, പൈപ്പറേസിയ. ഇനി പൈപ്പർ ബീറ്റിൽ നിന്നാണ് നമുക്ക് ബീറ്റിൽ ലീവ്സ് അല്ലെ, അരക്കനേറ്റിന്റെ കൂടെയൊക്കെ ചൂ ചെയ്യുന്ന ബീറ്റിൽ ലീഫ് കിട്ടുന്നത്. പൈപ്പർ ക്യുബേബെ പെപ്പർകോൺസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. പൈപ്പർ ലോങ്ങത്തിൽ നിന്ന് ലോങ് പെപ്പേഴ്സ് ആണ് കിട്ടുന്നത്. അപ്പം അത് എന്താണ്, ഈ സ്പൈസി ഫ്രൂട്ടിൽ നിന്ന് കുറച്ചും കൂടെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളതാണ് പൈപ്പർ ലോങ്ങോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും. അതായത് പൈപ്പർ ലോങ്ങത്തിൽ നിന്ന് കിട്ടുന്ന ലോങ് പെപ്പേഴ്സ് ഒക്കെ. ഓക്കെ, ബ്ലാക്ക് പെപ്പറിൽ നിന്ന് കുറച്ചു ഡിഫറെന്റ് ആണ്. ബ്ലാക്ക് പെപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൈസസിന് വേണ്ടി സ്പൈസി ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലാക്ക് പെപ്പേഴ്സ് വിച്ച് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ പൈപ്പർ നൈഗ്രം ബിലോങ്സ് ടു ദി ഫാമിലി പൈപ്പറേസിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെഡിഷ് ബ്രൗൺ കളർ ഓഫ് കെലാമിൻ ഈസ് ഡ്യൂ ടു. നമ്മുടെ കെലാമിന്റെ റെഡിഷ് ബ്രൗൺ കളർ സിങ്ക് ക്ലോറൈഡ്, ഫെറിക് ക്ലോറൈഡ്, ഫെറിക് ഓക്സൈഡ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. എന്ത് കാരണമാണ് ഇത് കിട്ടുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലെ, ഫെറിക് ഓക്സൈഡ്. ശരിക്കും ബേസിക്കലി സിങ്ക് കാർബണേറ്റ് അല്ലെങ്കിൽ സിങ്ക് ഓക്സൈഡ് ആണ് നമ്മുടെ കെലാമിൻ ലോഷനിൽ വരുന്നത്. അതിന് ആ ഒരു കളർ കൊടുക്കുന്നത് റെഡിഷ് ബ്രൗൺ കളർ ഓഫ് കെലാമിൻ ഈസ് ഡ്യൂ ടു ഫെറിക് ഓക്സൈഡ്. ഫെറിക് ഓക്സൈഡ് ഈസ് എ പ്രൈമറി കോമ്പൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്പോസിബിൾ സിറിഞ്ചസ് ആർ മേഡ് അപ്പ് ഓഫ്. ഡിസ്പോസിബിൾ സിറിഞ്ചസിന്റെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ചോദിച്ചിരിക്കുന്നത്.
പോളിപ്രോപ്പിലീൻസ്, ഗ്ലാസ്, പോളിടെട്രാക്ലോറോ എഥിലീൻസ്, നൺ ഓഫ് ദ എബോ. കറക്റ്റ് ആൻസർ വരുന്നത് പോളിപ്രോപ്പിലീൻസ് ആണ് അല്ലേ. ഗ്ലാസസ് കൊണ്ട് സിറിഞ്ചസ് യൂസ് ചെയ്യും, പക്ഷെ അത് എന്താണ് പെട്ടെന്ന് ബ്രേക്കായി പോകാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. സോ ഡിസ്പോസിബിൾ സിറിഞ്ചസ് നമ്മൾ മേഡപ്പ് ചെയ്തിരിക്കുന്നത് പോളിപ്രോപ്പിലീൻ ആണ്. ഇനി പോളിടെട്രാക്ലോറോ എഥിലീൻ എന്ന് പറയുന്നത് ടെഫ്ലോൺ ആണ്. നമ്മുടെ കുക്ക് വെയേഴ്സ്, ഗ്യാസ്കറ്റ്സ് ഇതൊക്കെ മേഡപ്പ് ചെയ്യുന്നത് ടെഫ്ലോൺ ആണ്. പോളിപ്രോപ്പിലീൻ എന്ന് പറയുമ്പോഴത്തേക്കിന് അതിൻ്റെ ഡ്യൂറബിലിറ്റി, കെമിക്കൽ റെസിസ്റ്റൻസ്, പിന്നെ മെഡിക്കൽ ആപ്ലിക്കേഷൻസിലുള്ള സ്യൂട്ടബിലിറ്റി അതൊക്കെ കൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു ലൈറ്റ് വെയിറ്റ് ആണ്, പിന്നെ ട്രാൻസ്പെയറൻ്റ് ആണ്, പിന്നെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫിസിക്കൽ സൺസ്ക്രീൻ? സൺസ്ക്രീൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, ഫിസിക്കൽ, കെമിക്കൽ അങ്ങനെ വരുന്നുണ്ട്. അപ്പം താഴെ പറയുന്നതിൽ ഏതാണ് ഒരു ഫിസിക്കൽ സൺസ്ക്രീൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടൈറ്റാനിയം ഡയോക്സൈഡ്, പാരാ അമിനോ ബെൻസോയിക് ആസിഡ്, മീഥൈൽ സാലിസിലേറ്റ്, സിലിക്കൺ ഓയിൽ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് TiO2 ആണ് കേട്ടോ, അതായത് ടൈറ്റാനിയം ഡയോക്സൈഡ്. ഇത് കൂടാതെ തന്നെ സിങ്ക് ഓക്സൈഡ് നമുക്ക് ഫിസിക്കൽ സൺസ്ക്രീനിൽ പറയാം. ഇനി പാരാ അമിനോ ബെൻസോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് എ കെമിക്കൽ സൺസ്ക്രീൻ ആണ്, കെമിക്കൽ സൺസ്ക്രീൻ. ഓക്കെ, മീഥൈൽ സാലിസിലേറ്റ് എന്ന് പറയുമ്പോൾ ടോപ്പിക്കൽ പെയിൻ റിലീവേഴ്സിൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മീഥൈൽ സാലിസിലേറ്റ്. സിലിക്കൺ ഓയിൽ എന്തിനു യൂസ് ചെയ്യുന്നതാണ്? നമ്മുടെ സ്കിൻ സൂത്തനിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ മോയ്സ്ചറൈസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സിലിക്കൺ ഓയിൽ. അപ്പം കറക്റ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ എ വരും അല്ലേ. ഫിസിക്കലി ബ്ലോക്ക് ആൻഡ് റിഫ്ലക്ട് UV റേസ് ഓഫ് ദ സ്കിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീൽ കോട്ടിംഗ് ഈസ് അപ്ലൈഡ്. സീൽ കോട്ടിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്? ടു ബിൽഡ് അപ്പ് ദ ടാബ്ലറ്റ് സൈസ്, ടു പ്രിവെന്റ് മോയ്സ്ചർ പെനട്രേഷൻ ഇൻ ടു ദ ടാബ്ലറ്റ് കോർ, ടു റൗണ്ട് ദ എഡ്ജസ്, നൺ ഓഫ് ദ എബോ. സീൽ കോട്ടിംഗ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മെയിനായിട്ട് ടു പ്രിവെന്റ് ദ മോയ്സ്ചർ പെനട്രേഷൻ ഇൻ ടു ദ ടാബ്ലറ്റ് കോറിന് വേണ്ടിയിട്ടാണ് നമ്മൾ സീൽ കോട്ടിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സീൽ കോട്ടിംഗ് ഈസ് ആൻ ഇനിഷ്യൽ ലെയർ which create a barrier to protect the tablet core from the moisture absorption. Okay, ഇനി ഈ ഒരു കോട്ടിംഗ് ലെയർ മേഡപ്പ് ചെയ്തിരിക്കുന്നത് സീൻ അല്ലെങ്കിൽ ഷെല്ലാക്ക് വെച്ചിട്ടാണ്, സീൻ അല്ലെങ്കിൽ ഷെല്ലാക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൈറ്റമിൻ കണ്ടെയ്ൻസ് സ്റ്റിറോയിഡൽ സ്ട്രക്ചർ? സ്റ്റിറോയിഡൽ സ്ട്രക്ചർ അതായത് ആ ഒരു 4 ഹെട്രോസൈക്ലിക് മെമ്പേർഡ് സ്ട്രക്ചർ ഒക്കെ ഉള്ള വൈറ്റമിൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈറ്റമിൻ ഇ, വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി ആൻഡ് വൈറ്റമിൻ സി. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് വൈറ്റമിൻ ഡി ആണ് കേട്ടോ. അപ്പം കാൽഷ്യത്തിൻ്റെ ഒക്കെ അബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിറോയിഡൽ സ്ട്രക്ചർ അവിടെ ശരിക്കും ഉള്ളത്. വൈറ്റമിൻ ഇ ആണെങ്കിൽ അതിനെന്താ ഉള്ളത്? വിച്ച് ഹാവ് ആൻ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി. വൈറ്റമിൻ എ ആണെങ്കിൽ റെറ്റിനോൾ, റെറ്റിനോയിക് ആസിഡ്, റെറ്റിനാൾ ഒക്കെയാണ് വരുന്നത്. വൈറ്റമിൻ സിനൊക്കെ ആണെങ്കിൽ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് സ്ട്രക്ചേഴ്സ് ആണ് വരുന്നത് കേട്ടോ, സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് സ്ട്രക്ചേഴ്സ്. അപ്പം സ്റ്റിറോയിഡൽ സ്ട്രക്ചർ വരുന്ന ഏതാണ്? വൈറ്റമിൻ ഡി. ഓപ്ഷൻ സി വരും അവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻഡോത്തീലിയം ഡിപ്പെൻഡന്റ് റിലാക്സിംഗ് ഫാക്ടർ ഓഫ് ദ ബ്ലഡ്. റിലാക്സിംഗ് ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? വാസോ ഡൈലേഷൻ ആണ് അല്ലേ, വാസോ ഡൈലേഷൻ. അപ്പോൾ ഇവിടെ എൻഡോത്തീലിയം ഡിപ്പെൻഡന്റ് റിലാക്സിംഗ് ഫാക്ടർ ഏതാണ്? അസറ്റൈൽ കോളിൻ, നോറഡ്രിനാലിൻ, നൈട്രിക് ഓക്സൈഡ്, നൺ ഓഫ് ദ എബോ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി നൈട്രിക് ഓക്സൈഡ് ആണ്. നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കിന് വിച്ച് ഈസ് ആൻ എൻഡോത്തീലിയം ഡിറൈവ്ഡ് റിലാക്സിംഗ് ഫാക്ടേഴ്സ്. അതായത് ഈ മോളിക്യൂൾസ് നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ എൻഡോത്തീലിയൽ സെൽ ലൈനിങ് ചെയ്തിട്ടുള്ള എൻഡോത്തീലിയൽ സെൽസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ആക്ഷൻ എന്താണ് വരുന്നത്? വാസോ ഡൈലേഷൻ ആണ് വരുന്നത്. ഇനി അസറ്റൈൽ കോളിൻ നോക്കിയാൽ അസറ്റൈൽ കോളിന് ഒരു എൻഡോത്തീലിയൽ ഫങ്ഷൻസ് വരുന്നുണ്ട്, പക്ഷെ ഇത് എൻഡോത്തീലിയം ഡിപ്പെൻഡന്റ് അല്ലെങ്കിൽ എൻഡോത്തീലിയം ഡിറൈവ്ഡ് റിലാക്സിംഗ് ഫാക്ടർ അല്ല. അസറ്റൈൽ കോളിൻ നമ്മുടെ എൻഡോത്തീലിയത്തിൽ നിന്ന് നൈട്രിക് ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഏജന്റ് ആണ് അസറ്റൈൽ കോളിൻ. ഇനി നോറഡ്രിനാലിനാണെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, വിച്ച് ഈസ് എ വാസോ കൺസ്ട്രക്ടർ അല്ലെ, ബ്ലഡ് വെസൽസിനെ നാരോ ചെയ്യുന്ന ഏജന്റ് ആണ് നോറഡ്രിനാൽ. അപ്പോൾ ഓപ്ഷൻ സി വരും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5-HT3 ആന്റഗോണിസ്റ്റ് യൂസ്ഡ് ആസ് ആന്റി എമിറ്റിക് ഏജന്റ്. ഏത് ആന്റി എമിറ്റിക് ഏജന്റ് അല്ലെങ്കിൽ 5-HT3 ആന്റഗോണിസ്റ്റ് ആയിട്ടുള്ള ആന്റി എമിറ്റിക് ഏജന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്? ഒണ്ടാൻസെട്രോൺ, ഡോംപെരിഡോൺ, സിസാപ്രൈഡ്, ബോത്ത് എ ആൻഡ് ബി. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഒണ്ടാൻസെട്രോൺ ആണ് കേട്ടോ. ആന്റി എമിറ്റിക് ഏജന്റിന്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കിയാൽ
നമുക്ക് 5-HT3 അന്റഗോണിസ്റ്റിൽ പറയുന്നതാണ് ഒണ്ടാൻസെട്രോൺ, ഗ്രാനിസെട്രോൺ പോലുള്ള ഡ്രഗ്സുകൾ. ഓക്കെ, പ്രോകൈനറ്റിക് ഡ്രഗ്സ് ആണ് സിസാപ്രൈഡും ഡോംപെരിഡോൺസും ഒക്കെ. ഓക്കെ, അപ്പം ഓപ്ഷൻ എ വരും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ദ ഫോളോയിങ് കോസസ് ഹൈപ്പർഗ്ലൈസീമിയ എക്സെപ്റ്റ്. താഴെ പറയുന്നതിൽ എല്ലാം ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാക്കുന്നതാണ് ഒന്നൊഴികെ. ഏതാണത്? സ്ട്രെപ്റ്റോസോസിൻ, ഡയാസോക്സൈഡ്, ഗ്ലൂക്കോഗോൺ, മിഗ്ലിറ്റോൾ. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ, മിഗ്ലിറ്റോൾസ് ആണ് ഒരു ഹൈപ്പർഗ്ലൈസീമിയ കോസ് ചെയ്യാത്ത ഏജന്റ്. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഒരു ഓറൽ ഹൈപ്പോഗ്ലൈസീമിക് ടാബ്ലറ്റ് ആണ്, ഓറൽ ഹൈപ്പോഗ്ലൈസീമിക് ടാബ്ലറ്റ് ആണ്. സോ ഇതെന്തുണ്ടാക്കുന്നില്ല? ഹൈപ്പർഗ്ലൈസീമിയ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇനി സ്ട്രെപ്റ്റോസോസിൻ ആണെങ്കിൽ വിച്ച് ഈസ് എ ടോക്സിൻ ആണ്. ഇത് നമ്മുടെ പാൻക്രിയാറ്റിക് ബീറ്റാ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അതുവഴി ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുകയും ഹൈപ്പർഗ്ലൈസീമിയ അതായത് ബ്ലഡ് ഷുഗർ ലെവൽ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഡയസോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഇൻഫൻസിൽ ഹൈപ്പോഗ്ലൈസീമിയ വരുന്ന സമയത്ത് അതിനെ ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെഡിക്കേഷൻ ആണ് ഡൈസോക്സൈഡ്. ഇത് ഇൻസുലിൻ സെക്രേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നു, ഗ്ലൂക്കോഗോൺ ഡ്രഗ് റിലീസിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇനി ഗ്ലൂക്കോഗോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദ ഹോർമോൺ വിച്ച് സ്റ്റിമുലേറ്റ് ദ ലിവർ ടു റിലീസ് ദ ഗ്ലൂക്കോസ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി വരും അവിടുത്തെ കറക്റ്റ് ആൻസർ. Then 14th question, the breakdown of glucose to pyruvic acid is called. Glucose pyruvic acid ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്ലൈക്കോലൈസിസ്, ഗ്ലൈക്കോജെനസിസ്, ഗ്ലൈക്കോജീനോലൈസിസ്, TCA സൈക്കിൾ. ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡ് ആയിട്ട് മാറുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എനറോബിക് കണ്ടീഷൻസ് ആണ് കേട്ടോ. അതായത് ഓക്സിജൻ സ്കേഴ്സിറ്റി ഒക്കെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്നത്. ഗ്ലൈക്കോലൈസിസ് ഇത് നമ്മുടെ സെല്ലാർ റെസ്പിറേഷന്റെ ഫസ്റ്റ് പ്രോസസ് ആണ്. ഗ്ലൈക്കോലൈസിസിന്റെ സമയത്ത് ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസിൽ നിന്ന് 2 മോളിക്യൂൾ പൈറൂവിക് ആസിഡ് ആണ് ഫോം ചെയ്യുന്നത്. കാരണം ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഒരു 6 കാർബൺ കോമ്പൗണ്ടും പൈറൂവിക് ആസിഡ് ഒരു 3 കാർബൺ കോമ്പൗണ്ടും ആണ്. സോ 2 മോളിക്യൂൾ പൈറൂവിക് ആസിഡ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഇവിടുത്തെ നെറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ 2 മോളിക്യൂൾസ് ATPയും 2 മോളിക്യൂൾസ് NADHും ആയിരിക്കും. ഗ്ലൈക്കോലൈസിസിന് ശരിക്കും ഓക്സിജൻ വേണ്ട, വിച്ച് ഈസ് ആൻ അനറോബിക് പ്രോസസ് ആണ്. അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയ ഇല്ലാത്ത സെൽസിന് എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഗ്ലൈക്കോലൈസിസ്. ഇനി അതർ ഓപ്ഷൻസ് നോക്കിക്കേ. ഗ്ലൂക്കോജെനസിസ് എന്ന് വെച്ചാൽ എന്താണ്? നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സ് ആയിട്ടുള്ള അമിനോ ആസിഡ്, ലാക്ടേറ്റ് ഇവയിൽ നിന്നൊക്കെ ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യുന്നതാണ് ഗ്ലൂക്കോജെനസിസ്. ഇനി ഗ്ലൈക്കോജീനോലൈസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നതാണ് ഗ്ലൈക്കോജീനോലൈസിസ്. ലേറ്റർ അത് എന്തായിട്ട് മാറും? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഇനി TCA സൈക്കിൾ എന്ന് പറഞ്ഞാൽ അസറ്റൈൽ കോയുടെ ഓക്സിഡേഷൻ വഴി എനർജി ജനറേറ്റ് ചെയ്യുന്നതാണ് TCA സൈക്കിൾസ്. ഓക്കെ, അപ്പം ഓപ്ഷൻ എ വരും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. എന്താണ്? ഗ്ലൈക്കോലൈസിസ് ആണ്. പൈറൂവിക് ആസിഡിൽ നിന്ന് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് പൈറൂവിക് ആസിഡായിട്ട് മാറുന്ന പ്രോസസ് ആണ് ഗ്ലൈക്കോലൈസിസ്. അപ്പം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ 14th ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ 41 to 80 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.